നമസ്കാരം. ലീഗിന്റെ കുത്തക മണ്ഡലമായിരുന്നു താനൂർ. അത് കഴിഞ്ഞ 2 തവണ വി അബ്ദുറഹിമാനിലൂടെ LDF പിടിച്ചെടുത്തു. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുസ്ലിം ലീഗ് ദൗത്യമേൽപ്പിച്ചത് MSF നേതാവ് കൂടിയായിരുന്ന PK നവാസിനെയാണ്. അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കി താനൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നു. കേരള വിഷന്റെ ലീഡർ കണക്ട് എന്ന പരിപാടിയിലെ ആദ്യ അതിഥിയായി പങ്കെടുക്കുന്നത് ശ്രീ PK നവാസ് MLA ആണ്. സ്വാഗതം MLA. ആദ്യമായി ചോദിക്കുന്നത്, താനൂരിലെ വികസന വാഗ്ദാനങ്ങളിൽ ഏതൊക്കെയാണ് പാലിക്കപ്പെട്ടിട്ടുള്ളത്, ഏതെങ്കിലും നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ടോ എന്നതാണ്. അല്ല, നമ്മൾ 1.5 മാസമായുള്ളൂ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് താനൂരിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സ്കാനിങ് നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിലെ 22 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിംഗ്, ഏകദേശം 103ഓളം ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് 9 ദിവസം നീണ്ടു നിന്ന വിവിധ സമയങ്ങളിലായി 22 മീറ്റിങ്ങുകൾ നമ്മൾ പൂർത്തീകരിച്ചു. ആ മീറ്റിംഗ് പൂർത്തീകരിക്കുന്നതോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാഴ്ചപ്പാടുകൾ എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു PW റോഡിൻ്റെ സൈഡിൽ ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞാൽ കാഴ്ചക്കൊരു കുളം ഉണ്ടാവും, പക്ഷേ സർക്കാർ രേഖയിൽ ആ കുളം ഉണ്ടോ? അതൊരു കോൺട്രഡിക്ടറി ആണ്. ചിലപ്പോൾ സർക്കാർ രേഖയിൽ ഒരു കുളം ഉണ്ടാവും, അത് ചിലപ്പോൾ കാഴ്ചക്ക് അവിടെ ഒരു കുളം ഉണ്ടാവില്ല. അപ്പോൾ അതിനാദ്യം സർക്കാർ തലത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വിശദമായി ചർച്ച ചെയ്തു. എല്ലാ ഉദ്യോഗസ്ഥരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ കൃത്യമായൊരു പിക്ചർ, മണ്ഡലത്തെക്കുറിച്ചുള്ള ഒരു സർക്കാരിൻ്റെ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ കിട്ടി. അതിനുശേഷമാണ് ഞങ്ങൾ ബജറ്റിലേക്ക് പോകുന്നത്. ബജറ്റിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ അതിന് മുമ്പേ തന്നെ ആഗ്രഹിച്ചിരുന്നു താനൂർ ഡയലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുഴുവൻ കേൾക്കണമെന്നുള്ളത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റിയില്ല. അതിന് മുമ്പ് ബജറ്റ് വന്നു. എങ്കിൽ പോലും ഈ ഒരു ഡിസ്കഷന് ശേഷം താനൂർ എന്ത് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പ്രാഥമികമായി വിലയിരുത്താൻ നമുക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബജറ്റിലേക്കുള്ള പ്രപ്പോസലുകൾ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ താനൂരിലെ ഏറ്റവും പ്രധാനമായുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് കുടിവെള്ളമാണ്. 6 പഞ്ചായത്തിലും, ഒരു പഞ്ചായത്തും 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 6 ഇടങ്ങളിലും കുടിവെള്ളം പ്രയാസകരമായൊരവസ്ഥയാണ്. തീർച്ചയായും തീരദേശ പഞ്ചായത്തുകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് കുടിവെള്ളം, റോഡ്. നമ്മൾ ഈ വഴിയിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ആളുകൾ കൈ കാണിച്ചിട്ട് എല്ലാം വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവരുടെ പ്രയാസം കൊണ്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ആദ്യ ഉദ്യോഗസ്ഥ മീറ്റിംഗ് നടന്നു. പിന്നെ ഓരോ ഇതിൻ്റെ വിതരണം നടക്കുന്ന കേന്ദ്രം നമ്മുടെ ചെറിയമുണ്ടം പഞ്ചായത്താണ്. അവിടെ പ്രത്യേകമായി യോഗം വിളിച്ചു. തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാൻ വേണ്ടി നമ്മൾ കത്ത് കൊടുത്തു. 8-ാം തീയതി യോഗം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് വന്നു. മറ്റൊന്ന്, പിന്നെ നമുക്കൊരു കോളേജ്, ഗവൺമെൻറ് കോളേജ് നമുക്കുണ്ട്. പക്ഷേ 10 വർഷമായി ആ ഗവൺമെൻറ് കോളേജ് ഒരു വാടക കെട്ടിടത്തിൽ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് താനൂരിലെ. ഭീകരമാണ്. കാരണം ഈ മണ്ഡലത്തിൽ ഒരു കോളേജ് പോലും, അതായത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, താനൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരു എയ്ഡഡ് കോളേജിന്റെ പേര് പറയാൻ കഴിയില്ല, ഒരു അൺഎയ്ഡഡ് കോളേജിന്റെ പേര് പറയാൻ. തീർച്ചയായും അത്രയും വലിയൊരു മണ്ഡലം കൂടിയാണ്. മത്സ്യത്തൊഴിലാളി അടക്കമുള്ള അവരുടെ മക്കൾ അടക്കം പഠിക്കുന്ന 2 ലക്ഷത്തിലധികം ജനങ്ങളുടെ ഒരു മണ്ഡലത്തിനകത്ത് എയ്ഡഡ് കോളേജും അൺഎയ്ഡഡ് കോളേജും മാത്രമല്ല, എടുത്തു പറയേണ്ട പാരലൽ കോളേജ് പോലും ഇല്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അത് നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഡിസ്കഷനിൽ എനിക്ക് തോന്നിയത്, നമ്മളിപ്പം പറയണ്ടേ ഡിമാൻഡ് ഉള്ളിടത്തെ സപ്ലൈ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് അത് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനെ കുറിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം അവിടെ കുറവുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് കരുതുന്നത്? തീർച്ചയായും മത്സ്യത്തൊഴിലാളി മേഖലകൾ അടക്കമുണ്ട്, അവരുടെ മക്കൾ അടക്കമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ പകുതി വെച്ച് പഠിത്തം നിർത്തിപ്പോകുന്നുണ്ടോ എന്നതുൾപ്പെടെ പഠിക്കേണ്ട കാര്യമാണ്, പഠനവിധേയമാക്കേണ്ട കാര്യം. അങ്ങനെ ആധികാരികമായ ഒരു പഠനം നമ്മുടെ മുമ്പിൽ ഇല്ല. ഇപ്പോൾ പിന്നെ 16 കിലോമീറ്ററിലായി 19 വാർഡുകളിലായി ഏകദേശം 35,000-ൽ പരം ജനങ്ങൾ, അതിലധികം ജനങ്ങൾ താമസിക്കുന്ന തീരദേശത്ത്. എന്നാൽ അത് കഴിച്ച് ഇപ്പുറത്ത് 4 പഞ്ചായത്തുകൾ ഇപ്പുറത്തുണ്ട്. ആ 4 പഞ്ചായത്തുകളിലായി പിന്നെ ബാക്കി ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തിലധികം ജനങ്ങൾ, 1.25 ലക്ഷം ജനങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തീരദേശത്തിന് മാത്രം കുഴപ്പമാണെങ്കിൽ ബാക്കിയുള്ളടുത്ത ഡിമാൻഡ് ഉണ്ടാവും. അത് കാണുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ആധികാരികമായൊരു പഠനം നടത്തണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ തീരദേശ മേഖലയിലാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തീരദേശ മേഖലയിൽ ഒരു തീരദേശ സർവേ നടക്കണം. അവരുടെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള നിലവിൽ എന്താണ്, ആധികാരികമായൊരു പഠനത്തിൻ്റെ മുകളിൽ നമുക്കൊരു ദീർഘകാല പ്രോജക്റ്റ് മുന്നോട്ട് വെക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തീരദേശത്തൊരു പഠനം നടത്തണം. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം തന്നെ നമുക്കത് ആരംഭിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണമായൊരു പഠനം. ആ പഠനത്തിലാണ് അവർക്ക് എന്ത് വേണമെന്നതിനെ കുറിച്ചുണ്ടായത്. ആ പഠന റിപ്പോർട്ട് വെച്ച് വലിയ ഡിസ്കഷനും പിന്നെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി എന്നുള്ള ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് തിങ്ക് ടാങ്ക് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഗ്രാജുവലി കൊണ്ടുവരേണ്ട ഒരു പ്രോജക്റ്റാണ് തീരദേശത്തിൻ്റെ പ്രോജക്റ്റ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ഒഴൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ നമ്മുടെ താനാളൂർ പഞ്ചായത്ത്, ചെറിയമുണ്ടം, പൊന്മുണ്ടം, ഈ പഞ്ചായത്തുകൾ പ്രത്യേകത. ഇപ്പം നിറമരുതൂരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണല്ലോ തീരദേശത്ത് വരുന്നത്. മുനിസിപ്പാലിറ്റി തന്നെ തീരദേശം അല്ലാത്ത മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കാർഷിക സമൂഹമാണ്, പക്ക കർഷക സമൂഹമാണ്. കർഷക തൊഴിലാളികളാണ്. അങ്ങനെ വലിയ കച്ചവടം, ഭയങ്കര എന്തെങ്കിലും ഒരു വ്യാവസായികമൊന്നുമുള്ള നാടല്ല നമ്മുടെ നാട്. അപ്പോൾ നമ്മുടെ താനൂരിൽ ഒരു ഭാഗത്ത്
പക്ക കർഷക സമൂഹം, മറ്റൊരു മത്സ്യത്തൊഴിലാളി സമൂഹം. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ നാച്ചുറൽ ഉള്ള ആളുകളാണ്. അപ്പോൾ ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇപ്പം ഞാൻ നിയമസഭയിൽ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോളേജ് നമ്മുടെ മണ്ഡലത്തിലില്ല. രണ്ടാമത്തെ പ്രസംഗം ബജറ്റിൻ്റെ മുകളിലുള്ള ചർച്ച കഴിഞ്ഞ് ചർച്ച നടക്കുന്ന സമയത്ത് അഭിമാനത്തോട് പറയാൻ പറ്റി. അതിൻ്റെ ഇടയിൽ ബജറ്റ് അവതരിപ്പിച്ച ഒരു പുതിയ കോളേജ് താനൂരിനെ അവതരിപ്പിക്കാൻ പറ്റി. ആദ്യം നയപ്രഖ്യാപന മറുപടി പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വ്യവസായ കേന്ദ്രം നമുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബജറ്റിൻ്റെ മറുപടി പ്രസംഗം നടത്തുമ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയാം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താണോ നമ്മുടെ പോരായ്മകൾ അത് കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്യാനാകുന്ന നടപടികൾ സ്വീകരിക്കുക. പിന്നെ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചത് എന്തൊക്കെയാണെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ബജറ്റിൽ ഇപ്പോൾ നമ്മൾ കോളേജ് പ്രഖ്യാപിച്ചു, ന്യൂനപക്ഷ കോച്ചിങ് സെൻ്ററുകൾ, മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ പ്രഖ്യാപിച്ചു, വല നെയ്ത്തു കേന്ദ്രം നമ്മൾ പ്രഖ്യാപിച്ചു, കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു, മൂല്യ ക്യാപ്പിൻ്റെ പാക്കേജ് പ്രഖ്യാപിച്ചു, ടൂറിസത്തിൽ SPV പ്രഖ്യാപിച്ചു, പിന്നെ അതുപോലെ സ്പോർട്സ് ഹബ്ബ് പ്രഖ്യാപിച്ചു. ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല. അതിൻ്റെ പിറകിലൊരു ഹണ്ടിങ് നടക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഹണ്ടിങ് ആണ്. ബജറ്റ് പ്രഖ്യാപനം നടന്നു എന്നത് ഒരു ആശ്വാസകരമാണെങ്കിൽ പോലും അതൊരു പൂർത്തീകരണമോ അല്ലെങ്കിൽ അതിന് താൽക്കാലിക ആശ്വാസത്തിന് അപ്പുറത്തേക്ക് ഒന്നുമല്ല. അതങ്ങനെ ഒരു കൊല്ലം തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ മീറ്റിങ്ങുകൾ, അപ്പോൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 8-ാം തീയതി നമ്മൾ മൊത്തം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ജലവിഭവ മന്ത്രിയുടെ നേതൃത്വം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ മണ്ഡലത്തിന് വേണ്ടി സ്പെഷ്യൽ യോഗങ്ങൾ ചേർന്ന് ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി ദൈനംദിനം എന്നോണം അതിൻ്റെ പിറകിൽ ചെന്നാലേ നമുക്ക് സർക്കാർ ഫയലുകളുടെ അങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ചാലേ ഈ വർഷം ഈ ഒരു 8 മാസമേ നമുക്കുള്ളൂ. 8 മാസത്തിനകത്ത് ഈ ബജറ്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം അടുത്ത ബജറ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങൾ. വളരെ തിരക്കിലാണ്. തീർച്ചയായിട്ടും അത്തരം എന്താ പറയാ ഒരു സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്ന പോലെയാണ്. അതെ, തീർച്ചയായും MSF-ൽ നിന്ന് പെട്ടെന്നൊരു ഉയർച്ചയാണ് MLA എന്ന പദവിയിലേക്ക്. കാരണം ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു MSF നേതാവ് ഒരു MLA എന്ന മാറ്റം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അല്ല, സത്യത്തിൽ വലിയ മാറ്റമാണത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ജനപ്രതിനിധി ആയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് MLA എന്ന് പറയുന്നത്. ഒരു ജനപ്രതിനിധി ആവുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ അതങ്ങനെ കൊണ്ടു നടക്കുന്ന വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ MSF ആയിരിക്കുന്ന സമയത്ത് MSF-ന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഡിസിഷൻ എടുക്കുന്നതിൽ നമ്മളാണ്. അപ്പോൾ അടുത്ത മാസം 5-ാം തീയതി ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 6 നമ്മൾ ഷെഡ്യൂൾഡ് ആണ്. വേണമെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. അതിനിടയ്ക്ക് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ഇലക്ഷൻ പോലത്തൊക്കെ വന്നാൽ മാത്രമേ ചെയ്തിട്ടു. പക്ഷേ ഇത് നമ്മൾ ഷെഡ്യൂൾഡ് അല്ല, നമ്മൾ ലൈഫ് സമർപ്പിക്കപ്പെട്ട ഒരു ഘട്ടമാണ്. തീർച്ചയായും നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം മണ്ഡലത്തിൽ നിന്ന് പോകുന്ന രാത്രി ഏകദേശം ഒരു 11:30-12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മെച്യൂരിറ്റി മാറലും കൂടിയാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റം സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഇപ്പോൾ അതിരാവിലെ നമ്മൾ എത്തി. എനിക്ക് ഈ MLA ആയതിനു ശേഷം തോന്നിയ വലിയ ഒരു ആശ്വാസവും പ്രയാസവുമായി തോന്നിയൊരു കാര്യം, ഇപ്പോൾ ആശ്വാസമായി തോന്നിയ കാര്യം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമല്ലോ, അത് കാര്യം നടന്നിട്ടുണ്ട്. ആ വോയിസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനം ചെറുതല്ല. ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ കാരണം മറ്റൊരാൾ സഹായിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം നടന്നതിൻ്റെ ആത്മസംതൃപ്തിയുടെ സംഭാഷണങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രചോദനം നൽകുന്നുണ്ട്, വലിയ ആത്മസംതൃപ്തി നൽകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് എനിക്ക് തോന്നിയൊരു പ്രയാസകരമായി, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ 3 മരണ വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നമ്മൾ സമയം ഏകദേശം 10 മണിയായുള്ളൂ. 3 മരണ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഇന്നലെ 2 മരണ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഈ മരണം അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു നെഗറ്റീവ് എനർജി, നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ MLA ആയിട്ട് ആവേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടമാണ്. എല്ലാ ദിവസവും 5-6 മരണ വീട്ടുകൾ നമ്മൾ പോകുന്നു, ആ മരണത്തിൽ പങ്കുചേരുന്നു. സ്വാഭാവികമായി ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഘട്ടമാവുന്നു. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ കുടുംബത്തിലൊരു മരണം നടന്നിട്ട് എത്രയുണ്ടാവും? കുടുംബത്തിലൊരു മരണം അല്ല, എനിക്ക് ഈ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും നമ്മൾ മരണത്തെ കുറിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നാട്ടിൽ കുറച്ച് സജീവമായി നിൽക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ 2-3 മാസം കൂടി മരണം കേൾക്കാം. പക്ഷെ എനിക്കൊരു MLA ആയപ്പോൾ തോന്നി എൻ്റെ കുടുംബത്തിൽ എല്ലാ ദിവസവും മരണം നടക്കും. ഒരു കുടുംബം മാതിരി ആയതുകൊണ്ട് തീർച്ചയായും എല്ലാ ദിവസവും നമ്മൾ ചെല്ലുമ്പോൾ. ഇപ്പോൾ അഷ്കർ മാഷ് മരണപ്പെട്ടു പോയി, താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കുറേ ദിവസങ്ങൾ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ താമസിച്ചത്. അദ്ദേഹം കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക, 1-2 ദിവസത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും പോസിറ്റീവായിട്ട് ആലോചിക്കാൻ പറ്റില്ല. അതെ. മാത്രമല്ല ആ വീട്ടിൽ ടീച്ചർ വൈകിട്ട് വരുന്ന സമയത്ത് ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പുറത്തു പോയതായിരുന്നു, ഊട്ടിയിൽ ഒരു എക്സാമിന് വേണ്ടി പോയതായിരുന്നു. തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ആ മയ്യത്ത് കണ്ടിട്ടുണ്ടാകുന്ന ആ വീട്ടിലുണ്ടാകുന്ന ഒരു അലർച്ചയുടെ ശബ്ദമുണ്ട്. അത് കാതൊന്ന് പോകാൻ 2 ദിവസം സമയമെടുക്കും. എല്ലാ മരണ വീട്ടിലും ഈ ശബ്ദം നമുക്ക് കേൾക്കാം. അവിടുത്തെ നിശബ്ദതക്ക് പോലും
വല്ലാത്തൊരു അതെ, അതെ. ഒരു ദുഃഖമാണ്. ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ നിശബ്ദത പോലും നമ്മളെ മനസ്സിൽ നിന്ന് പോകാൻ കാൽന്ന് പോകാൻ 1-2 സമയം എടുക്കും. ഒരു പക്ഷേ 1-2 സമയം കൊണ്ട് നമുക്കത് മാഞ്ഞു പോയേക്കാം. വളരെ അടുത്ത നമുക്ക് മണ്ഡലത്തിൽ സ്വാഭാവികമായ ഒരു മരണത്തിൽ തന്നെ ചെന്ന 2-3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ റിക്കവർ ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു MLAയിലേക്ക് വന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രയാസം തോന്നിയത് ഉൾക്കൊള്ളാൻ പ്രയാസം ഈ ഒരു കാര്യം ഇത്തരം ഒരു ഘട്ടം ഭയങ്കരമായ സങ്കടങ്ങൾ കണ്ടു നമ്മളതിൽ ലയിച്ചു പോകും. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന ഒരു സമയം അത് വലിയ അസ്വസ്ഥമായി തോന്നിയിട്ടുണ്ട്. തീർച്ചയായും. നേരത്തെ പറഞ്ഞല്ലോ മണ്ഡലത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഏത് തരത്തിലാണ് മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം ഒരു സർവേ പോലെ നടത്തുന്നത്? അത് എങ്ങനെയാണ് പ്ലാൻ? എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വികസനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. ജനം ആഗ്രഹിക്കുന്നത് മറ്റൊന്നും നമ്മുടെ കാഴ്ചപ്പാട് മറ്റൊന്നും ആയി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ താനൂരിലെ ഹാർബർ വിഷയത്തിൽ ഇപ്പോൾ അതാണ് ഉണ്ടായത്, കോളേജ് വിഷയത്തിൽ അതാണ് ഉണ്ടായത്. ഓരോ വികസനം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ജനങ്ങളുടെ ഹൃദയം അറിയാതെ, ജനങ്ങളുടെ മനസ്സറിയാതെ നമ്മൾ ഉണ്ടാക്കുന്ന വികസനങ്ങളൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ വെറുതെ നമ്മളൊരു പ്ലാൻ ചെയ്ത് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതിന് ആളില്ലെങ്കിൽ അത് പാഴായി കാര്യമില്ല. നമ്മൾ കോൺക്രീറ്റ് കെട്ടിടം കുറേ ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ണിയാലിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരാൾ ഉപയോഗിക്കുന്നില്ല. സംഗതി ശരി, വികസനം നടന്നു, ഇത്ര കോടി രൂപയുടെ സ്റ്റേഡിയം ഉണ്ടാക്കി, ആർക്ക് ഉപയോഗപ്പെട്ടു? അങ്ങനെ വികസനം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് കെട്ടിടം എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടണമല്ലോ. ഇപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലുണ്ട്, ആ കല്ലെടുത്ത് മാറ്റി വെച്ച ജനങ്ങൾക്ക് ഉപകാരമാണ്. എന്നാൽ അവിടെ ഒരു മതിൽ കെട്ടാൻ 4 കല്ലെടുത്ത് വെച്ച് ജനങ്ങൾക്കൊരു വഴി തടസ്സം ഉണ്ടായാൽ അതൊരു ഉപദ്രവമാണ്. വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായി കാഴ്ചപ്പാടാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എല്ലാ ഫയലുകളും നമ്മൾ പഠിച്ചു. രണ്ടാമത് ഇനി ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം തീർന്നു. ഹാർബർ കമ്മ്യൂണിറ്റിയെ നമ്മൾ നേരിട്ട് പോയി കേട്ടു. അവർ 19 ആവശ്യങ്ങൾ പറഞ്ഞു, ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ കണ്ടു. മാധ്യമ സുഹൃത്തുക്കൾ അറിയാം, നമ്മളെ നാടിൻ്റെ എല്ലാ സ്പന്ദനം അവർക്ക് അറിയുന്നവരാണ്. എന്ത് പരാതിയും ഒന്നെങ്കിൽ പൊതുപ്രവർത്തകരെടുത്ത്, അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങളെടുത്ത് ജനങ്ങൾ പറയുക. അപ്പോൾ അവരിൽ നമ്മൾ കേട്ടു. വളരെ ഇൻഫർമേറ്റീവായ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഈ മണ്ഡലം ആഗ്രഹിക്കുന്ന എന്നേക്കാൾ പ്രായമുള്ള മാധ്യമ ലോകത്ത് പ്രായമുള്ള മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടു. അപ്പോൾ അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ, അവർ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്ന നാട് ഇനി നാളെ എന്താകണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ ആഴ്ച വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെ നേതാക്കന്മാരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. അവരിന്ന് കേൾക്കണം അവരെന്താണ് ഈ മണ്ഡലത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളെ കേൾക്കണം, ആശാ വർക്കർമാരെ കേൾക്കണം, ഇവിടുത്തെ പ്രൊഫഷണൽസിനെ കേൾക്കണം, ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ. അങ്ങനെ ഈ ഒരു മാസം, അടുത്ത മാസം ഒരു 15-ാം തീയതി വരെ ഇതിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ അപൂർവമായി വളരെ കുറവുള്ളത് വെറ്റില കൃഷി കർഷക സമൂഹം. അത് ഏറ്റവും പ്രധാനമായുള്ളത് എൻ്റെ മണ്ഡലത്തിലാണ്. അതെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ഒരു പാക്കേജ്? ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആ ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യത്തിൻ്റെ പിന്നെ അവർക്ക് വേണ്ടി എന്ത് പാക്കേജാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഞാനിങ്ങനെ ഉപരിവിപ്ലവമായി കുറേ കാര്യങ്ങൾ ചെയ്തു പോയാൽ അവരുടെ മനസ്സറിയാൻ വേണ്ടി കഴിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ അവരെ കേൾക്കണം. അപ്പോൾ അങ്ങനെ ജനങ്ങളോട് നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്താലേ അവരുടെ വികാരം എന്താണ്. ഇപ്പോൾ ഞാൻ ഈ ഹാർബറിൽ ചെന്ന സമയത്ത് ഹാർബറിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ടോയ്ലറ്റും തൊട്ടപ്പുറത്ത് പിന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ ഒരു ബിൽഡിങ്ങും ഉണ്ട്. അത് രണ്ടും ജനങ്ങൾക്കൊരു ഉപകാരമില്ല. അവരെന്നോട് പറയുന്നത് ഇരിക്കാൻ കുറച്ച് കസാര വേണമെന്ന്. നോക്കണം നിങ്ങൾ, 2 കെട്ടിടങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് 2 കെട്ടിടം ഉണ്ടാക്കിയ ഹാർബറിൽ ആ ജനങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇരിക്കാൻ കുറച്ച് കസാര വേണം, ഇവിടെ കുറച്ച് ലൈറ്റ് വേണം, പിന്നെ വലിയ ആവശ്യങ്ങളുണ്ട്, ഹാർബർ നീളം കൂട്ടണം, അതിൻ്റെ പിന്നെ അതൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കി, ഈ 2 കെട്ടിടത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി 2 കെട്ടിടമുണ്ട്. ആ കെട്ടിടം കൊണ്ട് ഒരു ഉപകാരമില്ല. തീർച്ചയായും ഹാർബറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഹാർബറിലെ തൊഴിലാളികൾ നേരത്തെ പറഞ്ഞിരുന്നു ഹാർബറിന്റെ, എങ്കിൽ കൂടിയും അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ആ കെട്ടിടത്തിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഈ 5 വർഷത്തിനുള്ളിൽ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാം, 5 വർഷം കൂടി പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാനുള്ള മാന്ത്രിക വിദ്യയൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് കാര്യമില്ല. പക്ഷേ 5 വർഷം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും അത് ആരംഭിക്കാനും കഴിയും. തീർച്ചയായും അവരെ നിരാശരാക്കില്ല എന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 5 വർഷമാണ് എൻ്റെ ഈ കോൺസ്റ്റൻസിയിലേക്ക് തന്നിട്ടുള്ള പിന്നെ ജനാധിപത്യത്തിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ആ 5 വർഷത്തിനകത്ത് ജനങ്ങൾ പിന്നെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരമാവധി നടത്താനുള്ള എൻ്റെ ശ്രമം ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ ഇവിടെ തന്നെ ഹാർബർ കമ്മ്യൂണിറ്റി, ഈ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്നത് അത് പിന്നെ താലൂക്ക് ആശുപത്രിയാണെന്നാണ്. പക്ഷെ പരിശോധിക്കുമ്പോൾ അത് സാധാരണ പിന്നെ ഹോസ്പിറ്റലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താലൂക്ക് ആശുപത്രി രേഖയിലായിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ സൗകര്യങ്ങളായിട്ടില്ല. നേരത്തെ പറഞ്ഞ അതേ സാഹചര്യത്തിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, ജനങ്ങളെ വിളിച്ചു, HMC കമ്മിറ്റി വിളിച്ചു, അവരെ കേട്ടു. അവർ പറഞ്ഞു കിടത്തി ചികിത്സ വേണം, IP ഇവിടെ ഇല്ല. ആദ്യം IP ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ IP തീരെ ഇല്ലാതായി. അപ്പോൾ IP ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിന് അഡീഷണൽ 10-12 പിന്നെ വേക്കൻസി ജോബ് അവിടെ സ്റ്റാഫിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവർക്കത് ബോധ്യമുണ്ട്, അവിടുത്തെ ആളുകൾക്കത് ബോധ്യമുണ്ട്. ഈ മാസം അത് ആരംഭിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ റിസൾട്ട് കാണാം. ആ റിസൾട്ട് ഉണ്ടാവാനുള്ള ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് ബേസിക് നീഡ് കഴിഞ്ഞ 12 വർഷമായി ആ കോളേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. 12 വർഷമായി. തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ,
ഒരു പാരൽ കോളേജ് പോലും എടുത്തു പറയാനില്ലാത്ത ഈ മണ്ഡലത്തിനകത്ത് ഒരു ഗവൺമെൻറ് കോളേജ് 12 കൊല്ലം കാത്തിരിക്കേണ്ടി വരുന്നു, പ്രഖ്യാപിച്ച കോളേജിന് 12 കൊല്ലം കാത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസകരമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, പ്രിൻസിപ്പലിനെ, അതിൻ്റെ ബിൽഡിംഗ് ഉടമമാരെ എല്ലാവരും വിളിച്ച് യോഗം ചേർന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് അങ്ങോട്ട് പോകുന്ന റോഡിന് ജനങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, അവരെ കൺവിൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അങ്ങോട്ടുള്ള വഴി പോലും പൂർണ്ണമായി തയ്യാറല്ല. കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന അല്ലല്ലോ, അത് ഉപകാരപ്രദമാണ്ടേ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷമാണ്. തീർച്ചയായും. ഇപ്പോൾ നമ്മുടെ പിന്നെ ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സെക്കീനയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം ചേർന്നു. അവരെ ചുമതലപ്പെടുത്തി ജനങ്ങളുമായി സംസാരിക്കാൻ. ജനങ്ങൾ ബില്ലിംഗ് ആണ്, അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, ലാഭങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. അവർക്ക് വരുന്ന നഷ്ടങ്ങൾ വകവെച്ച് കൊടുത്താൽ അങ്ങനെ ഒരു സംരംഭം അവിടെ ഉണ്ടാകുന്നില്ല, അവരൊക്കെ തൃപ്തരാണ്. നമ്മൾ അവരോട് നേരിട്ട് സംസാരിച്ചു, അവർ ഒപ്പിട്ട് തന്നു. അവർ പറഞ്ഞ അവരുടെ ബേസിക് ആയ കാര്യങ്ങൾ ഒന്നും അധികമായി അവർ ചോദിച്ചിട്ടില്ല. അവർക്ക് ബേസിക് ആയി വരുന്ന കാര്യങ്ങൾ ചോദിച്ചു, പരിഗണനയെ വേണ്ടി വരുള്ളൂ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മതി. ഇപ്പോൾ കോളേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിൻ്റെ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, നമ്മളത് ക്ലിയർ ചെയ്തു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോഴെങ്കിലും ആ കോളേജ് ഉദ്ഘാടനത്തിലേക്ക് കൊണ്ടുപോകണം എന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം. നമ്മൾ എല്ലാ മാസവും, ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ മൊത്തം റിവ്യൂ മീറ്റിംഗ് നടത്തി. എല്ലാ 1 മാസം 1.5 മാസത്തിനിടയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് റിവ്യൂ മീറ്റിങ്ങും നടക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് സ്വാഭാവികമായി അവരതിൻ്റെ ഫീഡ്ബാക്കുകൾ പറയണം, എവിടെയാണ് പ്രശ്നമുള്ളത്, അത് നമുക്ക് കറക്റ്റ് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം, അങ്ങനെ മുന്നോട്ട് പോകണം. എത്രയും വേഗം യാഥാർത്ഥ്യമാകട്ടെ. തീർച്ചയായും തീരദേശ മേഖലയിലെ സംബന്ധിച്ച് കടലാക്രമണം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ കടൽ ഭിത്തികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്, അത് തകർന്നു പോയ ഒരു അവസ്ഥയുണ്ട്. കടൽ ഭിത്തികൾ ഇല്ലാത്ത മേഖലകളുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഏത് തരത്തിലാണ് അങ്ങയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുക? നല്ല ചോദ്യമാണ്. ഞാൻ ഒരാളെ സംബന്ധിച്ച് നിയമസഭയിൽ എത്തിയാൽ അയാളുടെ ആദ്യത്തെ പ്രസംഗം, ആദ്യത്തെ സബ്മിഷൻ, ആദ്യത്തെ 0 അവറിൽ ഇടപെടൽ, ആദ്യത്തെ ചർച്ച, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം എന്താണ് എൻ്റെ സബ്മിഷനിൽ ഉന്നയിക്കേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കമ്മ്യൂണിറ്റി, അതായത് മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി, അത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. 10-35,000 ആളുകളുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, വളരെ പാവം കമ്മ്യൂണിറ്റിയാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അതിലെന്ത് കൊണ്ടുവരാൻ പറ്റും? എൻ്റെ സബ്മിഷനിൽ ഞാൻ ആദ്യം ഉന്നയിച്ചത് ഈ പറയുന്ന പ്രദേശങ്ങളിലെ കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏകദേശം 6-7 കിലോമീറ്റർ കടൽ ഭിത്തി ഇല്ലാത്ത സ്ഥലമുണ്ട്, കുറഞ്ഞ സ്ഥലങ്ങൾ കടൽ ഭിത്തി തകർന്നു പോയതുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി മോൻസ് ജോസഫ് അവരോട് ഞങ്ങൾ സബ്മിഷനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സബ്മിഷനിൽ തന്നെ മറുപടി പറഞ്ഞു, അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട്, അത് പരിഹരിക്കാൻ കഴിയും, ഞാനത് പരിഹരിക്കാനുള്ള മുൻഗണനാക്രമത്തിൽ അത് പരിഹരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പോസിറ്റീവാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ എന്താകുമെന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു ജനത, അത് വല്ലാത്തൊരു ആശങ്കയാണ്. കടലൊന്ന് ഇരമ്പുന്ന സമയത്ത് കടൽ കയറി വരുമോ എന്ന് ഭയപ്പെടുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ കിടന്നുറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ, അതെ, ഏറ്റവും സമാധാനവും മനോഹരമായ നിമിഷം നമ്മൾ ഉറങ്ങുന്നതാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാതെ പോയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു കാര്യവുമില്ല. അത് അപ്പോൾ അത് സാധ്യമാകണം, അത് വളരെ ഗൗരവമായി നമ്മൾ അതിൻ്റെ ഈ മഴക്കാലത്തിന് മുൻപ് എങ്കിലും അതിന്റെ പ്രാരംഭ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ? പ്രാരംഭ നടപടി ആരംഭിച്ചു, നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹണ്ടിങ് ആണ് അതിന്റെ പിറകിൽ, ആ ഫയലിന്റെ പിറകിലെ നിരന്തരമായി വിടാതെ ഓടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഉണ്ടാവും അതിന്റെ കൂടെ. അതെ, അവർക്ക് വലിയ ആശ്വാസമായിരിക്കും ഈ ഒരു കാര്യം അവർ കേൾക്കുമ്പോൾ തന്നെ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ താനൂർ കനോലി കനാലിന് കുറുകെയുള്ള ഒരു പാലം അപകടാവസ്ഥയിലായിട്ട് ഒരുപാട് നാളുകളായല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് അവിടെ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ പാലത്തെ സംബന്ധിച്ച് എന്ത് നടപടികളാണ്? ഒന്ന്, ഞാൻ അവിടെ പോയിരുന്നു. ഈ കനോലി കനാൽ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അടയാളപ്പെടുത്തലുള്ള ഒന്നാണ്. അതേസമയത്ത് ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒന്നും കനോലി കനാലാണ്. കാരണം അവിടെ ഒരു പാലം ഉണ്ടാക്കാൻ, അതിൻ്റെ മുകളിലൂടെ ഒരു പാലം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സാങ്ഷൻ വേണം. നമുക്കറിയാം, അത് കേരളത്തിലെ നാഷണൽ വാട്ടർ വേയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സോണാണ്. അപ്പോൾ അവിടെ പാലം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ, കാരണം ഭാവിയിൽ ചരക്ക് ഗതാഗതം നടക്കാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് 50 കൊല്ലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 50 കൊല്ലമായി ഒരു ചരക്ക് വാഹനം പോലും കടന്നു പോയിട്ടില്ലെങ്കിലും ആ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവിടെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതൊരു അവസ്ഥയുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഈ പാലം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ വലിയ പ്രതിസന്ധി ഉണ്ട്, തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, വലിയ അപകടാവസ്ഥയിലാണ്. അതെ അതെ, വലിയ അപകടാവസ്ഥയിലാണ് അവിടെ ഉള്ളത്. വളരെ ഇനിയും ഇപ്പോൾ കാലവർഷം കുറച്ചുകൂടി ശക്തി ആർജിക്കുമ്പോൾ അപകടത്തിൻ്റെ സാധ്യത കൂടുതലുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ DDC മീറ്റിംഗിൽ വിഷയം ശക്തമായി ഉന്നയിച്ചു. അവിടെ താൽക്കാലികമായി മുനിസിപ്പാലിറ്റിയുമായി സംസാരിച്ചു. ഇപ്പം നമ്മളെ മരണപ്പെട്ടുപോയ അഷ്കർ മാഷും ഞാനും ചെയർപേഴ്സൺ നസ്ലത്തെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം കെല്ലാം കൂടി ഞങ്ങൾ സന്ദർശിച്ചു അവിടെ. എന്നിട്ട് അവിടെ താൽക്കാലികമായൊരു പാലത്തിന് ഈ ആഴ്ച തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞു. താൽക്കാലികമായൊരു പാലം, താൽക്കാലികമാണ്, 1, 1.5, 2 വർഷമൊക്കെ അത് മാക്സിമം നിൽക്കുള്ളൂ.
എങ്കിൽ പോലും ഇപ്പൊ ഒരു അതെ, വലിയൊരു ആശ്വാസമാണ്. കാരണം തോളിലേറ്റ് നമുക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളാണ് ആദ്യം ആ വിഷ്വല് പുറത്തു വിട്ടത്. ഞാൻ അന്ന് തന്നെ വിളിച്ചു, ഞാൻ തിരുവനന്തപുരത്തുള്ളത്. അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടറെ വിളിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിരുന്നു. കാരണം ആ വിഷ്വൽ അതിന്റെ ഭീകരത അതെ, കാണിക്കുന്നു. നമുക്ക് വളരെ പ്രയാസം തോന്നും. മക്കള് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടി രക്ഷിതാക്കൾ ഉൾപ്പെടെ ജോലിക്ക് പോകാതിരുന്നിട്ടാണ് അവരെ സ്കൂളിലേക്ക് ആ വിഷ്വലിൽ തന്നെ അതിന്റെ ഭീകരത ഉണ്ട്. എത്രത്തോളം അരക്കെട്ടിന് വെള്ളം വെള്ളത്തിലൂടെ തോളിലേറ്റ് ഭീകരമായ ചിത്രം. പ്രായത്തിനപ്പുറത്തുള്ള കുട്ടികളെ അങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ല. അതെ അതെ അതെ. അതുകൊണ്ടാണ് വളരെ അടിയന്തരമായി അവിടെ സന്ദർശിച്ചതും ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കണം തീരുമാനിച്ചിട്ട് 3 ലക്ഷം രൂപ അതിന് മാറ്റി മുനിസിപ്പാലിറ്റി വെച്ചു. അവിടെ താൽക്കാലികമായ ഒരു പാലം ഉണ്ടാക്കണം. സ്ഥിരമായ ഒരു പാലത്തിന് വേണ്ടി നമ്മൾ DDC മീറ്റിംഗിൽ അതിന്റെ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കനോളിക്കാലിൽ അത് മാത്രമല്ല, വേറെ 1-2 പാലങ്ങൾ ഇതുപോലെ തകർച്ചാവസ്ഥയിലുണ്ട്. ഇപ്പൊ നമ്മുടെ കൂനം പാലം ഏറെക്കാലമായി ആ പ്രദേശത്തെ എന്താ പറയാ വീർപ്പ് മുട്ടിക്കുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഈ ഒറ്റ പാലമാണ്. ആ പാലം 3 വാദങ്ങളാണുള്ളത്. ഒന്ന്, ആ പാലം അങ്ങനെ നിർത്തണം എന്നുള്ളതാണ്. അങ്ങനെ നിർത്താൻ സാധ്യമല്ല, കാരണം ഗതാഗത കുരുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി പാലം ഇവർ പറയുന്ന പോലെ വലിയൊരു പാലം ഉണ്ടാക്കിയാൽ ആ അങ്ങാടി എന്ന് പറയുന്ന പ്രദേശം മുഴുവനായി കച്ചവട സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഇല്ലാതായി പോകും. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ടൊരു സൊല്യൂഷൻ ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി നമ്മുടെ മുൻകാല MLA-മാർ ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും സ്വാഭാവികമായി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ. അതെ അതെ, വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് അതുപോലെ തന്നെ 2023 താനൂർ ബോട്ട് അപകടം നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അപ്പം ആ ദുരന്തത്തിന് ശേഷം എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? ആ ബോട്ട് ദുരന്തം യഥാർത്ഥത്തിൽ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ്. ഒരു പ്രകൃതിയുടെ ദുരന്തമൊന്നും അല്ല, അത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണത്. അതിൻ്റെ മുൻകരുതൽ എടുക്കേണ്ടത് മനുഷ്യരുടെ സാമ്പത്തികമായ ആർത്തി ഇല്ലാതാകുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സുരക്ഷ ഒന്നും അതിൽ എടുക്കേണ്ടില്ല. കാരണം നിശ്ചിത എണ്ണം കയറ്റാവുന്ന ഒരു ബോട്ടിനകത്ത് ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകുമ്പോൾ ആളുകളുടെ ജീവനാണ് ഞാൻ ഈ കൊണ്ടുപോകുന്നതെന്ന് ബോധ്യമില്ലാതെ അവരുടെ പോക്കറ്റിലെ നാണയത്തൊട്ടുകളോ നോട്ടുകളോ മാത്രം പിന്നെ കണ്ടു നിൽക്കുന്ന കച്ചവടക്കാരൻ്റെ കുബുദ്ധിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തമാണ്. ആ ഒരു ദുരന്തം ഇനി താന്നൂരിൽ സംഭവിച്ചുകൂടാ. ഇപ്പം അത്ര ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. എന്നാൽ ടൂറിസത്തിന്റെ അപാരമായ അത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും വേണം. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു നാടാണ് തീർച്ചയായും. ഞാൻ പറയാറുണ്ട്, മലപ്പുറം ജില്ലയിലെ ടൂറിസത്തിന്റെ ഒരു ക്യാപിറ്റലായി താന്നൂരിനെ മാറ്റാൻ വേണ്ടി കഴിയും. അത്രയും അനന്തമായ സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മുടെ പിന്നെ ഗ്രാമീണ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരം നമുക്ക് കാഴ്ചപ്പാടുണ്ടാകണം. അപ്പോൾ ഇത്തരം ബോട്ട് സർവീസുകളൊക്കെ നടക്കണം. പക്ഷേ അതിന് ഈ സാമ്പത്തികമായ ലാഭകരമാകണം. ബോട്ട് മോണിറ്ററിംഗിലൂടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇപ്പം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അത് കച്ചവടത്തിന് വേണ്ടി വരുന്നവരാണ്. അവർക്ക് ലാഭം ഉണ്ടാകണം. പക്ഷേ ലാഭത്തിന്റെ ഒരു അമിതാർത്തി കാണിച്ചുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കൃത്യമായ ഒരു മോണിറ്ററിംഗ് നമ്മൾ ഉണ്ടാക്കും. തീർച്ചയായും ടൂറിസത്തിന്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ടൂറിസം മേഖല കുറച്ചുകൂടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി താനൂർ ഇപ്പം അത്തരത്തിൽ ഒരെണ്ണം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതുപോലെ താനൂരിനെ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുന്നതിന് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? തീർച്ചയായും. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ DTPCയുടെ അംഗങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്തു. ഇപ്പോൾ നമുക്ക് പ്രധാനമായും ഇപ്പോൾ നിറമരുതൂർ പഞ്ചായത്തിൽ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ തൂവൽ തീരത്ത് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഒരു പുതിയ കാലത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളത് കേവലം ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അങ്ങനെ അതിനപ്പുറത്തേക്ക് ഇപ്പം എന്താ പറയുക, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. യുവാക്കൾക്ക് കൂടി പ്രാതിനിധ്യം വരുന്ന ഒരുപാട് റീൽസ് ഒക്കെ ഭയങ്കര അതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ വരുന്നൊരു അപ്പം അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൂടാ, എങ്ങനെ ഉണ്ടാക്കിക്കൂടാ എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തു. ഏകദേശം ഒരു 9 കോടിയുടെ ഒരു പ്രോജക്റ്റ് തൂവൽ തീരത്തേക്ക് നമ്മൾ ഉണ്ടാക്കി. അത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു. തൂവൽ തീരം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൊടുത്തു, നമ്മുടെ ടൂറിസം മന്ത്രിയും കൊടുത്തു, അതുപോലെ തന്നെ ഹാർബർ മിനിസ്റ്റർക്കും നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ പിറകിൽ നമ്മളുണ്ട്. എന്തായാലും 5 വർഷത്തിനിടയിൽ ഈ മേഖല ടൂറിസം മേഖലയിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഈ ടൂറിസ്റ്റ് മേഖല ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അവിടെ വ്യവഹാരങ്ങൾ കൂടും, കച്ചവടങ്ങൾ കൂടും, ആളുകൾ അവരുടെ ജീവിത നിലവാരം കൂടും. സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ തീരദേശത്ത് നമ്മൾ ഒരു പ്രത്യേകമായ പാക്കേജ്, ഞാൻ നേരത്തെ പറഞ്ഞ തീരദേശത്തെ ഈ പിന്നെ പഠനം അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നടക്കുമോ എന്നുള്ളതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ആ രാജ്യങ്ങളെക്കാളൊക്കെ 6ഓ 7ഓ സ്ഥാനത്താണ് നമ്മളെ താന്തൂരിൻ്റെ കടൽത്തീരമുള്ളത്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ പിന്നെ 18,000, 20,000, 25,000 ജനസംഖ്യയാണെങ്കിൽ ഏകദേശം 40,000 ജനസംഖ്യയുള്ള തീരമാണ് നമ്മുടെ തീരം. അപ്പോൾ ഒരു രാജ്യത്തിന് അങ്ങനെ നിലനിൽക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ തീരത്തിന് സ്വയം കൈ ചേർത്ത് അങ്ങനെ നിന്നുകൂടാ എന്നൊരാലോചന ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ 19 വാർഡുകളിൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, അവിടെ മറ്റു സംരംഭങ്ങളുണ്ട്, അവരൊക്കെ കോർത്തിണക്കി
എല്ലാവരും ഈ 19 വാർഡുകളിലെ 1-2 കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് ഒരു 10, 30, 40 സംഘമായി നിന്ന് അവർ പിന്നെ ഓരോ പ്രാദേശികമായ ഇപ്പം നമ്മൾ പിന്നെ അച്ചാറുകളാവട്ടെ, പപ്പടങ്ങളാവട്ടെ, മാക്സികളാവട്ടെ, ഇനി കുറച്ചുകൂടി പോയാൽ നമ്മുടെ ഈ മൊബൈൽ ആക്സറീസിൻ്റെ ഒക്കെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ഫിറ്റിങ്സ് അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് അവരൊരു വൈകുന്നേരങ്ങളിൽ ഒരു മാർക്കറ്റ്, അവിടെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസവും തീരദേശത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടാവുകയും ആ മാർക്കറ്റ് തറയിൽ ഈ വിപണനങ്ങൾ കൊണ്ടുവരികയും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വസ്ത്രം, ഒരു മാക്സി ആകട്ടെ, ഒരു ചുരിദാറാവട്ടെ, നമ്മളെല്ലാവരും ധരിക്കുന്നവരാണ്, നമ്മുടെ സൗദിമാരൊക്കെ ധരിക്കുന്നവരാണ്. അവരിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ ആ പണം അവരിൽ തന്നെ നിൽക്കുകയാണ്. അത്തരത്തിലൊരു വിപണന സാധ്യത അവിടെ ഉണ്ടാക്കിക്കൂടെ എന്നൊരു ആലോചന നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പഠനത്തിലേക്ക് വരും. ഇപ്പൊ പപ്പടം നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്, അച്ചാർ നമ്മളാരും വാങ്ങുന്നതാണ്. അപ്പോൾ തീരദേശത്ത് വൈവിധ്യങ്ങളായ ഉണ്ടായിരിക്കും. അത്തരം നമുക്ക് അവിടെ തന്നെ ഒരു കച്ചവട തറ ഉണ്ടാക്കി, ഒരു മാർക്കറ്റ് ഉണ്ടാക്കി, ആ മാർക്കറ്റിലേക്ക് പുറത്തുനിന്ന് ആളുകൾ വരുന്ന രൂപത്തിലേക്ക്, മണ്ഡലത്തിന് പുറത്തുനിന്ന് ആ മാർക്കറ്റിലേക്ക് ആളുകൾ വരുന്ന രൂപത്തിലേക്ക്, ആ മാർക്കറ്റ് ഒരു പക്ഷേ ഈ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ നമ്മൾ ഈ ചന്തകളൊക്കെ പറയുന്ന പോലെ, ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത്തരം ഒരു മാർക്കറ്റ് ഏരിയ ആയി മാറിയാൽ അവിടെ ഉണ്ടാകുന്ന പിന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കും, അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിക്കും, അവിടെ ഉണ്ടാകുന്ന പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളുടെയും ഒരു ലിവിങ് കപ്പാസിറ്റി ഒക്കെ ഉയർന്നു വരണം. തീർച്ചയായും. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോഴറിയാം, ലഹരി മാഫിയ പിടിമുറുക്കിയ ഒരു സമയമാണ്. അതിനൊപ്പം തന്നെ തൂഫാൻ ആഞ്ഞു വീശുകയാണ്. അപ്പം അത്തരത്തിൽ താനൂർ മണ്ഡലത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി താനൂർ മണ്ഡലത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ വാച്ചിലേക്ക് നോക്കിയത് 10:30 മണിക്ക് നമ്മുടെ തൂഫാന്റെ ഒരു പരിപാടി ഉണ്ട്, അതിന് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിപ്പോൾ ബഹുമാനപ്പെട്ട CI ആയിട്ടും SI ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. വളരെ ജാഗ്രതയോട് കൂടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അതിലുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ തീരദേശ മേഖലയിൽ പിന്നെ ഇതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ഇതുണ്ടല്ലോ, തീരദേശത്ത് മാത്രമൊന്നുമല്ല, മണ്ഡലത്തിൽ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടണം. അത് പൊതുവേ ദുർബലമായ ഒരു സമൂഹം ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവർ പിന്നെയും തകർന്നു പോകുന്നു എന്നുള്ളതാണ്. പൊതുവേ ലിവിങ് കോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്ന ജനങ്ങൾ ഇതുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അവർ തകർന്നു പോകുന്നു. അപ്പോൾ താനൂർ പോലത്തെ ദുർബലമായൊരു ഒരു പ്രദേശത്ത് ആ ജനത ഇത് ഉപയോഗിക്കുമ്പോൾ അവർ ഒന്നാകെ അങ്ങ് തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ താനൂരിൽ ഈ ലഹരിയുടെയൊക്കെ ഉപയോഗം അവിടുത്തെ ജനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെ ബാധിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പം നമ്മളൊരു 100 രൂപ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ കളവ് പോയാൽ ബാക്കി 50 രൂപ അവന് ജീവിക്കാം. പക്ഷെ ഒന്നും ഇല്ലാതെ ഒരു 10-20 രൂപ മാത്രമുള്ളവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ളതും കൂടി കളവ് പോകുമ്പോൾ അങ്ങനെ ഒരു ചൂഷണം താനൂരിൽ നടക്കുന്നുണ്ട്, താനൂരിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ജാഗ്രത പെടൽ പൊതുവിലുണ്ട്. അത് നമ്മൾ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ താനൂർ ഡയലോഗിൻ്റെ ഭാഗമായി ക്ലബ്ബുകളുടെ അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികൾ, ഇവരുടെയൊക്കെ ഒരു സംഘം വിളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ പ്രബോധനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തെ മുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതെ, തീർച്ചയായും. 1-2 ചോദ്യങ്ങൾ കൂടി. താനൂർ ഡയലോഗിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അപ്പം ഇപ്പം അത് നിന്നുപോയി എന്ന് പറഞ്ഞിരുന്നു ബജറ്റിന്റെ തിരക്കും കാര്യങ്ങളുമായിട്ട്. അപ്പം അത് പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ താനൂർ ഡയലോഗ് ഏതൊക്കെ മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാകും? ഏത് രീതിയിലാണ് അതിന്റെ പ്രവർത്തനം എന്നും കൂടി? താനൂർ ഡയലോഗ് ഇപ്പോൾ നമ്മൾ 4ാമത്തെ സെഷനാണ് മാധ്യമങ്ങളുമായുള്ള ഇന്ററാക്ഷൻ നടന്നത്. ഇനിയിപ്പോൾ പിന്നെ ഈ ബജറ്റ് സെഷൻ വന്നതുകൊണ്ടാണ് ഒന്ന് നീണ്ടുപോയത്. നമ്മൾ മറ്റന്നാളത്തേക്ക്, ചൊവ്വാഴ്ചയ്ക്കോ ബുധനാഴ്ചത്തേക്കോ പൊതു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായുള്ള സംഗമമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടപെടുന്ന ആളുകൾ, അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ. കാരണം ഇപ്പോൾ നരിമട എന്ന് പറയുന്നൊരു പ്രദേശം എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല, എന്നോട് ആരും പറഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മളൊരു പിന്നെ ഇൻസ്റ്റഗ്രാം ബ്ലോഗർ ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഞാനത് ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബജറ്റിൽ അതിൻ്റെ പ്രഖ്യാപനമുണ്ട്. നരിമട ഉൾപ്പെടെയുള്ള പിന്നെ പേരുകൾ ചേർത്ത് വെച്ചാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാൻ അത് നന്നാവും. മാത്രമല്ല അവരുടെ ഇടപെടൽ ഇത്തരം പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനും പറ്റും. അപ്പോൾ അവരെ കാണണം. ആശാ വർക്കർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ പിന്നെ നമ്മുടെ ഈ സാധാരണ തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഹരിതകർമ്മസേനകൾ, അങ്ങനെ എല്ലാ ഞങ്ങൾ 17 ജനവിഭാഗങ്ങളുമായുള്ളൊരു ഇൻറ്ററാക്ഷനാണ് പ്ലാൻ ചെയ്തത്. അതിലൂടെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവികാരത്തെ നമുക്ക് മനസ്സിലാക്കണം. എന്താണ് മണ്ഡലം ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഒരു ഹൈറാർക്കി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കുറേ ആവശ്യങ്ങളുണ്ട്, പക്ഷേ എല്ലാ ആവശ്യവും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഒരു ഹൈറാർക്കി ഉണ്ടാവും. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ്. അല്ലെങ്കിൽ ആളുകൾ അടിസ്ഥാന വർഗ്ഗങ്ങൾക്കാണ് കൂടുതലായിട്ട് അറിയാൻ. തീർച്ചയായും അതാ പറ്റുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മണ്ഡലത്തിൽ ഇന്ന് ഇപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നമുക്ക് പെരിന്തൽമണ്ണ നജീബ് ക നടത്തുന്ന ക്രിയ പോലെ ഒരു IAS അക്കാഡമി തുടങ്ങിയാൽ എന്താ, പലരും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് അഭിപ്രായങ്ങളാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ ഈ മണ്ഡലത്തിൽ വേണ്ടത്? പഠിച്ചു നോക്കിയാൽ ഇവിടെ IAS അക്കാദമിയേ അല്ല വേണ്ടത്. വേണ്ട എന്നല്ല, അതല്ല ആദ്യം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഉള്ള ജില്ലയിലൊരു മണ്ഡലമാണ് താനൂർ. +2 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഉള്ള കുട്ടികൾ പഠനം നിർത്തി പോകുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ താനൂർ. അപ്പോൾ അവിടെ ഒരു IAS അക്കാദമിയാണോ ആദ്യം കൊണ്ടുവരേണ്ടത്? അടിസ്ഥാനപരമായി ഒന്ന് കൈപിടിക്കാനുള്ള. തീർച്ചയായിട്ടും 10ാം ക്ലാസ് 9ാം ക്ലാസ് വരുന്നവർ മുഴുവൻ 10 എഴുതണമെന്നും SSLC കഴിഞ്ഞവർ മുഴുവൻ +2 പഠിക്കണമെന്നും +2 കഴിഞ്ഞവർ മുഴുവൻ PSC UPSC പോലത്തെ കോച്ചിങ്ങിലേക്ക് അങ്ങനെ കൈപിടിച്ച് കൊണ്ടുവരേണ്ട ഒരു പ്രോജക്റ്റാണ്. ഒറ്റയടിക്ക് ഒരു PSC അല്ല IAS അക്കാദമി ഉണ്ടാക്കിയാൽ തീരുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ജനങ്ങൾ പറയുന്നത് മാത്രമല്ല, ജനങ്ങൾ പറയുന്നതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത്, നമ്മൾ ടെസ്റ്റ് ചെയ്ത്, ഇവിടുത്തെ സിറ്റുവേഷനോട് ഡിസ്കസ് ചെയ്ത് ഓരോന്നും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു വളരെ ഗൗരവമായ ഒരു തിങ്ക് ടാങ്ക് നടക്കണം. അതെ, തീർച്ചയായും യുവാവ് വന്നതിന്റെ മാറ്റം മണ്ഡലത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് 5 വർഷത്തിന് ശേഷം PK നവാസ് MLA പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന്. അല്ല, 5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ജനങ്ങൾ വിലയിരുത്തുന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ തന്നെ വിലയിരുത്തുകയാണ്. ഞാൻ 5 വർഷത്തിന് കാത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാ ക്വാർട്ടറിലും എന്നെ വിലയിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതുവരെ നമ്മൾ എന്ത് നടത്തി അത് ജനങ്ങളോട് പറയണം, അത് ബ്രോഷറായി അത് ജനങ്ങളോട് സംസാരിക്കണം. നമ്മൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ അറിയണം. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട്. കാരണം അവരാണ് എന്നെ തെരഞ്ഞെടുത്തത്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് ഓരോ ക്വാർട്ടറിലും അത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു തന്നെ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അന്ന് മുതൽ ആദ്യത്തെ 3 മാസം ഞാൻ എന്ത് ചെയ്തു ജനങ്ങളോട് പറയണം. അടുത്ത 3 മാസം കഴിഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ജനങ്ങൾക്കത് വിലയിരുത്താൻ കഴിയൂ, തെറ്റ് പറയാൻ കഴിയൂ. അല്ലാതെ 5 വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും PR എക്സസൈസിൻ്റെ ബലത്തിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞു പോകുന്നതല്ല. ഇനിയിപ്പോൾ അങ്ങനെ 5 വർഷം കഴിഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരു 5 or 10 വികസനം ഉണ്ടായാൽ മതി. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ അതല്ല ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നു. അത് ഓരോ ചെറിയ വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ CMDRF ഫണ്ട്, അത് ജനങ്ങൾക്ക് അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അതുകൂടി കൺസിഡർ ചെയ്ത് പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞ വിലയിരുത്തലല്ല, കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ ഉണ്ടാകണം. ആ വിലയിരുത്തൽ ഉണ്ടാകുമ്പോഴേ കൃത്യമായി ദിവസവും ഇതിന്റെ പിറകിൽ ഞങ്ങളൊരു ഹണ്ട് ചെയ്തിട്ടൊരു പോക്കുണ്ടാവുള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മളെ യുവ നേതാക്കളെ സംബന്ധിച്ച് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ അവരുടെ PR വർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങയുടെ പക്ഷേ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള PR വർക്കുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ജനങ്ങൾ സ്വയം വിലയിരുത്തി തന്നെ തങ്ങളോടൊപ്പം ചേരണമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, 2 രൂപത്തിലാണ് ഞാനതിന്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. റീലില്ലാത്ത ഒരാളൊന്നല്ല ഞാൻ, റീൽ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്നത് നമുക്ക് 2 രൂപത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒന്ന് ഇത് ഇത്തരത്തിലുള്ള വീഡിയോകളോ മറ്റോ ഒക്കെ ചെയ്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാം. അതൊരു ഊതി വീർപ്പിക്കപ്പെട്ട ഒന്നായി മാത്രമേ മാറും. പക്ഷെ വളരെ പെട്ടെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വളരെ പെട്ടെന്ന് പോപ്പുലർ ആവാനൊക്കെ അതുകൊണ്ട് പറ്റും. പക്ഷെ മെല്ലെ നമ്മളത് ചെയ്യുന്നത് ജനങ്ങളുടെ ഹൃദയം തൊട്ട് അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പോകുമ്പോൾ പതുക്കെ പോകാൻ കഴിയും. പക്ഷെ അത് തകർക്കാൻ കഴിയില്ല. മറ്റത് നല്ലൊരു PR എക്സസൈസ് വേറെ നടന്നാൽ, ഇപ്പം ഞാൻ ഭയങ്കര PR എക്സസൈസ് മണ്ഡലത്തിൽ നടത്തുന്നു, എന്നേക്കാൾ നല്ലൊരു PR എക്സസൈസ് നടത്താൻ കഴിഞ്ഞ ഒരാൾ വന്നാൽ എന്നെ കുളിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം ജനങ്ങളുടെ ഹൃദയം അറിഞ്ഞ് അവരുടെ ഹൃദയത്തിൽ ഓരോ കല്ലുകൾ അടുക്കി വെച്ച് അങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയാണ്. മാത്രമല്ല അത് അങ്ങനെ ഒരാൾക്ക് വന്ന് അങ്ങ് പൊളിച്ചു കളയാൻ കഴിയുന്ന ഒരു അടിത്തറ ആവുകയില്ല. അതുകൊണ്ട് PR എക്സസൈസ് വേണ്ടെന്നുള്ളതല്ല, അതൊക്കെ ഉണ്ടാവണം, സ്വാഭാവിക പുതിയ കാലത്തിന്റെ അനുസരിച്ചൊക്കെ ഉണ്ടാകണം. പക്ഷെ അതിന്മേൽ മാത്രം ഒരാളെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ അത് എങ്ങനെയാണോ അത് ഉണ്ടായി വരുന്നത് അതേ വേഗതയിൽ തകരാൻ സാധ്യതയുണ്ട്. മറ്റതും തകരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഹൃദയത്തിലെയും കല്ലുകൾ എടുത്തു വെക്കുമ്പോൾ ഓരോന്നിനെയും തകർക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തേലാണ്. അത് റിസൾട്ട് ഓറിയന്റഡ് ആയ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അതേ എനർജിയോടുകൂടി തന്നെ അത്തരത്തിൽ പ്രവർത്തനം ജനങ്ങളുടെ മനസ്സിൽ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലീഡേഴ്സ് കണക്റ്റിൽ വന്നതിന് ഇത്ര തിരക്കിലും നമ്മോടൊപ്പം ചേർന്നതിന് വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.